നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്ലബ്ബ് വേൾഡ് കപ്പ് സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയല്ലോ. നാളെയാണ് ആദ്യ സെമി ഫൈനൽ മത്സരം. ക്വാർട്ടർ ഫൈനലിലെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ ഗോളിൻ്റെ കണക്കും അസിസ്റ്റിൻ്റെ കണക്കും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മറ്റ് കണക്കുകൾ, സേവുകൾ, ഫൗളുകൾ, നീക്കങ്ങൾ, മുന്നേറ്റങ്ങൾ, ഇതിലൊക്കെയുള്ള ലീഡേഴ്സ് ആരൊക്കെയാണ് അത് നമ്മൾ പരിശോധിക്കുന്നത്. ഫിനിഷിങ്ങിന് കൊടുത്ത പാസ്, അതൊക്കെ അസിസ്റ്റായി എന്ന് പറയാൻ പറ്റില്ല. ഫൈനൽ ഷോട്ട് ഉതിർക്കാൻ കൊടുത്ത പാസുകളാണ്. അതിൽ ഒന്നാമതുള്ളത് തീർച്ചയായിട്ടും ഫ്ലുമിനൻസിൻ്റെ ഏരിയാസാണ്. 4 പാസുകളാണ് ഫിനിഷിങ്ങിലേക്ക് അദ്ദേഹം കൊടുത്തത്. പിന്നെ ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ സെവൻസിനും അതുപോലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ ഗ്യൂളറുമുണ്ട്. രണ്ടുപേരും 3 വീതം പാസുകളാണ് ഫൈനൽ ഷോട്ടിന് വേണ്ടി കൊടുത്തത്. ഇനി നോക്കുക, പാസുകൾ കൃത്യമായി കൊടുക്കാതിരുന്നത്, അതായത് മിസ് പാസുകൾ വന്നതിൽ ഒന്നാം സ്ഥാനത്ത് അൽ ഹിലാലിൻ്റെ റൂബൻ നവസാണ് 20 എണ്ണം. രണ്ടാമത് PSG ഡൊണാരുമ 19 എണ്ണം. പിന്നെ അൽ ഹിലാലിൻ്റെ റെനൽ ലോദിയും ബയൺ മ്യൂണിക്കിൻ്റെ ലൈമറും 11 എണ്ണം വീതം തെറ്റായിട്ടാണ് പാസുകൾ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഏറ്റവും അധികം ഫൗളുകൾ ചെയ്ത കളിക്കാരനാരാണ്. പാൽമിറാസിൻ്റെ എസ്റ്റവായോ വില്യൻ, ഒപ്പം ചെൽസിയുടെ ഡിലാപ്പ്, രണ്ടുപേരും 4 വീതം ഫൗളുകളാണ് നടത്തിയിട്ടുള്ളത്. രണ്ടാമതുള്ളത് പാൽമിറാസിൻ്റെ എമിലിയാനോ മാർട്ടിനസ്, ചെൽസിയുടെ പാൽമർ, അൽ ഹിലാലിൻ്റെ നാസർ എൽ ദോസരി, അൽ ഹിലാലിൻ്റെ കനോ, റയൽ മാഡ്രിഡിൻ്റെ ഷൂമനി. ഈ താരങ്ങൾ 2 വീതം ഫൗളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനലിൽ മാത്രം കണക്കുകളാണിതൊക്കെ. ഏറ്റവും അധികം ഫൗളിന് വിധേയനായത് ആരാണ്? പാൽമിറാസിൻ്റെ അലൻ, 4 ഫൗളുകൾക്ക് അദ്ദേഹം വിധേയനായി. പിന്നെ പാൽമിറാസിൻ്റെ തന്നെ റിച്ചാർഡ് റിയോസ്, അൽ ഹിലാലിൻ്റെ മാർക്കസ് ലിയനാർഡോ, പാരീസ് സെൻ ജർമ്മൻ്റെ ന്യൂനോ മെൻഡസ്, ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ ഗ്യുറാസി എന്നിവർ 3 വീതം ഫൗളുകൾക്കാണ് വിധേയരായിട്ടുള്ളത്. അടുത്തായിട്ട് ടാക്കിളുകളുടെ കാര്യമാണ്. ആ കാര്യത്തിൽ ഒന്നാമതുള്ളത് ബ്രൂണോ ഫുഷ്യസ് ആണ്. 6 ടാക്കിളുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ചെൽസിയുടെ ആൻഡ്രി സാൻഡോസും അതുപോലെ തന്നെ ഷൂമനിയും 4 ടാക്കിളുകൾ വീതം നടത്തിയിട്ടുണ്ട്. അടുത്തത് സേവുകളുടെ കാര്യമാണ്. ഏറ്റവും അധികം സേവുകൾ നടത്തിയത് പാരീസ് സെൻ ജർമ്മൻ്റെ ജിയാൻലുഗി ഡൊണാരുമ, 6 സേവുകളാണ് അദ്ദേഹം നടത്തിയത്. അതുപോലെ തന്നെ പാൽമിറാസിൻ്റെ വെവേർട്ടൻ 5 സേവുകൾ നടത്തിയപ്പോൾ ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ കോബൽ 5 സേവുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ വെവേർട്ടൻ രണ്ടാമത് വരും, കാരണം 1 വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സേവായിരുന്നു. ഇതിനടുത്തത് ഫിനിഷ് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത ആരാണ്, അതായത് ഗോൾ പെർ മിനിറ്റ് നോക്കുമ്പോൾ ആരാണ് മുന്നിൽ? ഒന്നാമത് ഡെംബലയാണ്. അദ്ദേഹം ഓരോ 10 മിനിറ്റിലും 18 സെക്കൻഡിലുമാണ് ഒരു ഗോൾ പിറക്കുന്നത് ആവറേജ്. മാത്യൂക്ക് 13 മിനിറ്റും 31 സെക്കൻഡും, എംബാപ്പെ 14 മിനിറ്റും 25 സെക്കൻഡും. ഇതാണ് ഫിനിഷിങ്ങിൻ്റെ കണക്ക്. ഇനി മുന്നേറ്റത്തിലേക്ക് നീക്കങ്ങൾ ഉണ്ടാക്കിയതിൽ മുന്നിൽ ബയൺ മ്യൂണിക്കിൻ്റെ ഒലീസെ 5 എണ്ണമാണ്. എൻസോ ഫെർണാണ്ടസ്, ചെൽസിയുടെ എൻസോ ഫെർണാണ്ടസ് 4 എണ്ണം 2ാം സ്ഥാനത്ത് വരുന്നു. അടുത്ത് കൃത്യമായ പാസ് കൊടുത്തിട്ടുള്ളത്, അതായത് സക്സസ്ഫുൾ പാസുകൾ കൊടുത്തിട്ടുള്ളത്, ഒന്നാമതുള്ളത് ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ ആൻഡനാണ് 82 എണ്ണം. രണ്ടാമതുള്ളത് ചെൽസിയുടെ കോൾവിലാണ് 81 എണ്ണം. സോ ഇതാണ് തലപ്പത്തുള്ള 2 പേര്. ചുരുക്കത്തിൽ കിരീട പോരാട്ടം മുറുകുമ്പോൾ ഇനി ഗോൾഡൻ ബൂട്ട് ആർക്ക് എന്നുള്ള പോരും ഒരു ഭാഗത്ത് മുറുകുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെ മറ്റന്നാൾ 2 കിടിലൻ സെമി ഫൈനലുകൾ. ആരായിരിക്കും മുന്നോട്ട്? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.